എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണയായി LOP എന്ന് വിളിക്കുന്ന ഇത് എന്താണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഈ ഒരു കാര്യം ചില പുതിയ നമ്മുടെ സേവനത്തിൽ വരുന്ന പുതിയ ജീവനക്കാർ, പ്രത്യേകിച്ച് AEO DO ഓഫീസുകളിൽ വരുന്നവർക്ക് അത് എന്താണ് LOP അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ എന്നതിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആദ്യം LOP എന്നുള്ളത് പറയുമ്പോൾ കുറച്ച് സർവീസിൽ സീനിയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ LOP അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ പീരീഡ് എന്ന് പറയുമ്പോൾ അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷാ വിഷയങ്ങൾക്ക്, പ്രത്യേകിച്ച് അറബിക്ക്, സംസ്കൃതം, ഹിന്ദി, ഉറുദു പോലെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ പീരീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് തസ്തിക കണക്കാക്കുന്നത്. ആകെ നമുക്കറിയാം, ആദ്യം ഓരോ ക്ലാസ്സിലും ഓരോ സ്റ്റാൻഡേർഡിലും എത്ര കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ആ പഠിക്കുന്നതിനനുസരിച്ച് അവിടെ എത്ര ഡിവിഷൻ കിട്ടും അത് നമുക്കറിയാം. 1:30, 1:35, 1:45 എന്നുള്ള റേഷ്യോകൾ നമുക്കറിയാം. അത്തരത്തിൽ ജനറൽ ഡിവിഷനെ പോലെ തന്നെയാണ് ഭാഷാ വിഷയങ്ങൾക്കും ഡിവിഷനുകൾ കണക്കാക്കുന്നത്. അതിനുശേഷം നമ്മൾ കണക്കാക്കുന്നു ഇതിന് എത്ര പീരീഡുകൾ കിട്ടും. അത് നമുക്കറിയാം. ഇപ്പോൾ അറബിക്ക് അതുപോലെ ഉറുദു, സംസ്കൃതത്തിനൊക്കെ 4 വീതം പീരീഡുകളാണ് 5 മുതൽ 10 വരെ അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അതിൽ ഹിന്ദിക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നമുക്കറിയാം. ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോസ്റ്റുകൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത്, കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ചാപ്റ്റർ 23 സ്റ്റാഫ് ഫിക്സേഷൻ അല്ലെങ്കിൽ തസ്തിക നിർണ്ണയം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പറയുന്നത്. അതിൽ റൂൾ 6(6)(f) നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കേരള വിദ്യാഭ്യാസ നിയമം, കുറച്ച് പഴയതാണ്, പുതിയ അപ്ഡേഷൻസൊക്കെ വന്നിട്ടില്ല, എങ്കിൽ പോലും അതിൽ ലഭ്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നു 6. ഇപ്പോൾ 6 പറയുന്നത് പ്രൈമറി സ്കൂളിൽ 5 മുതൽ 7 വരെയുള്ള ഒരു സ്കൂളിൽ ഭാഷാ വിഷയങ്ങളുടെ പോസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്. അവിടെ അത് 6 പറഞ്ഞ് തൊട്ട് താഴെയായി 6A മുതൽ 6 താഴത്തോട്ട് വരുന്നതോറും ഇതിൻ്റെ കോമ്പിനേഷൻ എടുത്ത്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈമറി സ്കൂളുകളിൽ AE ഓഫീസുകളിലുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LPയും UPയും വരുന്ന ഒരു സ്കൂളിൽ, അതായത് 1 മുതൽ 7 വരെ വരുന്ന ഒരു സ്കൂളിൽ അവിടെ LPയിൽ എത്ര ഡിവിഷൻ വരും, എത്ര പോസ്റ്റ് വരും എന്നും UPയിൽ എത്ര പോസ്റ്റ് വരും എന്ന് വെവ്വേറെ അല്ല കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ അറബിക്കിന്, കാരണം അറബി 1 മുതൽ 7 വരെ ഒന്നിച്ച് വരുന്നതാണ്. അതേസമയം സംസ്കൃതം, ഉറുദു പോലെയുള്ള ഹിന്ദി പോലെയുള്ള ഭാഷകൾ 5 മുതൽ 7 വരെ മാത്രമേ വരുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് DO ഓഫീസുകളിൽ 5 മുതൽ 10 വരെയുള്ള സ്കൂളുകളിൽ അവിടെ ഈ പറഞ്ഞ എല്ലാ ഭാഷകളും 5 മുതൽ 10 വരെ ഒന്നിച്ചാണ് കണക്കാക്കുന്നത്. അതായത് ഒന്നിച്ച് കണക്കാക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഓരോ സെക്ഷനിലും, സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് LP, UP, ഹൈസ്കൂൾ, ഈ സെക്ഷനുകളിൽ എത്ര പീരീഡുകളാണ് വരുന്നത്, ആ പീരീഡുകളെ കമ്പൈൻ ചെയ്തെടുത്ത് അതിനടിസ്ഥാനത്തിലാണ് നമ്മൾ തസ്തികകൾ അനുവദിക്കുന്നത്. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് 6A മുതൽ 6B, C, 6A അല്ല, അതിൻ്റെ 6 എന്ന് പറയുന്ന റൂളിൻ്റെ ഉള്ളിലുള്ള ചെറിയ ബ്രാക്കറ്റിലുള്ള ABCകളിൽ താഴത്തോട്ട് പറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 6E കഴിഞ്ഞ് 6F'ലാവുമ്പോഴാണ് ഹൈസ്കൂൾ സെക്ഷനുകളിൽ UP അറ്റാച്ച് ചെയ്ത സ്കൂളുകളിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പോസ്റ്റ് കണക്കാക്കുന്നത്, ഇതേപോലെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തെടുക്കുന്നത്, ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തോട്ട് വീണ്ടും അതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6F അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി 6Gയിൽ പറയുന്നുണ്ട്. 6Gയിൽ കമ്പൈൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, പക്ഷേ ഭാഷാ വിഷയങ്ങളുടെ പീരീഡുകൾ കണക്കാക്കുന്നതിൻ്റെ രീതികളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേഷനിൽ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് 2 സെക്ഷനിലെയും പീരീഡുകൾ വെവ്വേറെ എടുക്കണം. അതായത് അവിടെ ക്ലാസ്സുകൾക്ക് വലിയ സ്ഥാനമില്ല. 5, 6, 7 കൂടി ഒന്നിച്ചെടുക്കുന്നു, 8, 9, 10 കൂടി ഒന്നിച്ചെടുക്കുന്നു. ഉദാഹരണം ഹൈസ്കൂളാണെങ്കിൽ
അതല്ല 1 മുതൽ 7 വരെയുള്ള സ്കൂളിൽ അറബിക്കാണ് കണക്കാക്കുന്നതെങ്കിൽ LP 1 മുതൽ 4 വരെയുള്ള പീരീഡുകൾ എടുക്കുന്നു, 5 മുതൽ 7 വരെയുള്ള പീരീഡുകൾ വെവ്വേറെ എടുക്കുന്നു. ഓരോ സെക്ഷനിലും 25 പീരീഡിന് ഒരു ഫുൾ ടൈം എന്ന രീതിയിലാണ് അനുവദിക്കുന്നത്. ബാക്കി വരുന്നത് പ്രത്യേകം കണക്കാക്കണം. ബാക്കി വരുന്ന പീരീഡുകൾ, ഇപ്പോൾ ഉദാഹരണമായി 28 പീരീഡ് വരുന്നുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ 28 വരുന്നുണ്ടെങ്കിൽ 25 കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് 3. അങ്ങനെ വരുന്ന ആ പീരീഡുകൾ അടുത്തതുമായി കൂട്ടി അങ്ങനെയാണ് കണക്കാക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് റൂളുകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 25 മുതൽ 28 വരെ വന്നാൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഒന്ന്, 25 പീരീഡിനാണ് ഒരു പോസ്റ്റ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഉയർന്ന സെക്ഷനിൽ എപ്പോഴും ഉയർന്ന സെക്ഷനിൽ 4 4 കൂടുതലോ പീരീഡ് വന്നാൽ പോസ്റ്റ് ഉയർന്ന സെക്ഷനിൽ കണക്കാക്കണം. അതാണ് അടുത്തൊരു കാര്യം. ഇപ്പോൾ ഉദാഹരണമായി LP UP വരുന്ന ഒരു സ്കൂളിലാണ് കമ്പൈൻ ചെയ്തെടുക്കുന്നതെങ്കിൽ അവിടെ ഈ ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേഷൻ നടത്തുമ്പോൾ അവിടെ 4 4 കൂടുതലോ പീരീഡ് UPയിൽ വന്നാൽ അവിടെ പിന്നെ നമ്മൾ LPയിലെ പീരീഡ് നോക്കുന്നേ ഇല്ല. അവിടെ നമ്മളെപ്പോഴും UPക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹൈസ്കൂളിൽ 5 മുതൽ 10 വരെയുള്ള ഒരു ഹൈസ്കൂളിൽ അവിടെ ഹൈസ്കൂളിലാണ് പ്രാധാന്യം. 4 4 കൂടുതലോ പീരീഡ് വന്നാൽ ഹൈസ്കൂളിലാണ് പോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് HS പ്ലസ് UP പ്ലസ് LP വന്നാൽ അങ്ങനെയും വരാം. 1 മുതൽ 10 വരെയുള്ള ഒരു സ്കൂളിൽ അറബി പോസ്റ്റൊക്കെയാണ് കണക്കാക്കേണ്ടതെങ്കിൽ അവിടെ കണക്കാക്കേണ്ടത് 1 മുതൽ 4 വരെ ഒരു പ്രത്യേക സെക്ഷനായും 5 മുതൽ 10 വരെ മറ്റൊരു സെക്ഷനായുമാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ചില സ്കൂളുകളിൽ 10 വരെ ഉണ്ടാവും, പക്ഷേ അവിടെ 5 മുതൽ 10 വരെ മാത്രമേ അറബി പഠിപ്പിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ 5 മുതൽ 10 വരെയുള്ളത് ലെഫ്റ്റ് ഓവർ തന്നെയാണ് കണക്കാക്കേണ്ടത്. അങ്ങനത്തെ ചില സ്കൂളുകളുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം. 1 മുതൽ 10 വരെ വരുന്ന അറബി പഠിപ്പിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 4 വരെ ഒരു ഇൻഡിപെൻഡൻറ്റ് സെക്ഷനായും അത് നമ്മൾ കമ്പൈൻ ചെയ്യുന്നില്ല. 5 മുതൽ 10 വരെയുള്ളത് LP പ്ലസ് UP കമ്പൈൻ ചെയ്തിട്ടുമാണ് എടുക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്, ഇപ്പോൾ നമുക്കറിയാം പാർട്ട് ടൈം പോസ്റ്റ് ചിലപ്പോൾ പീരീഡുകളുടെ കുറവ് കൊണ്ട് പാർട്ട് ടൈം പോസ്റ്റൊക്കെ ചിലപ്പോൾ പാർട്ട് ടൈം ആവുന്നു. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെക്ഷനിൽ ഒരു ഫുൾ ടൈം പോസ്റ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ ഒരു പാർട്ട് ടൈം പോസ്റ്റ് അനുവദിക്കില്ല. അപ്പോൾ അതാണ് അതിലുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകൾ. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങളും കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. LPയിൽ 28 പീരീഡും UPയിൽ 32 പീരീഡുമുള്ള ഒരു സ്കൂളാണെങ്കിൽ, സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു സ്ക്രീനിലേക്ക് പോവാം. LPയിൽ 28ഉം UPയിൽ 32ഉമാണെങ്കിൽ അവിടെ LPക്ക് 28ന് ഒരു പോസ്റ്റ്, കാരണം 25ന് ഒരു പോസ്റ്റ്. അപ്പോൾ അതിൽ ബാലൻസ് 3 പീരീഡ് ഉണ്ട്. UPയിൽ 32ലേക്ക് ഒരു പോസ്റ്റ്, ബാലൻസ് 7 പീരീഡ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ രണ്ടിലെയും കൂടി ബാലൻസ് കൂട്ടിയെടുക്കുന്ന സമയത്ത് 10 പീരീഡാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. അവിടെ UPയിൽ 4 പീരീഡിൽ അധികമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പോസ്റ്റ് നമ്മൾ UPയിലാണ് രണ്ടാമത്തെ പോസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ UPയിൽ 4 കുറവാണെങ്കിൽ, 4 കുറവാണ്, ഇപ്പോൾ 3 ഉള്ളൂ, ഇവിടെ 7 ഇല്ല, 3 ആണെങ്കിൽ ഈ പോസ്റ്റ് തിരിച്ച് LPയിലേക്കാണ് പോകുന്നത്. ഇവിടെ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് UPക്കാണ്. UPയിൽ 4 4 കൂടുതലോ പീരീഡ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് UPയിലേക്ക് പോകും. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കുക. ഇവിടെ LPയിൽ 20ഉം UPയിൽ 30ഉം പീരീഡാണ് വരുന്നത്. അപ്പോൾ LPയിൽ 25 പീരീഡ് ഇല്ലാത്തത് കൊണ്ട് അവിടെ പോസ്റ്റ് അനുവദിക്കുന്നില്ല. UPയിൽ 30 ഉള്ളിടത്ത് 1 അനുവദിക്കുന്നു. ഇവിടെ ബാലൻസ് 5, ഇവിടെ ബാലൻസ് 20. ഈ 20ഉം 5ഉം കൂടി കൂട്ടുന്നു, 25 പീരീഡ് വരുന്നു. 25 പീരീഡ് ആവുമ്പോൾ എന്താണ്, UPയിൽ 4 കൂടുതൽ പീരീഡുണ്ട്, 5 പീരീഡുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പോസ്റ്റും UPയിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കോമൺ പ്രിൻസിപ്പിൾ. ഇനി ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ബ്ലോഗിൽ സ്റ്റാഫ് ഫിക്സേഷൻ 2024-25 എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വർക്ക്ഷീറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഓവർ കാൽക്കുലേഷൻ ഉണ്ട്, നോട്ട് ഫോർ ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതിൻ്റെ താഴെ ആയിട്ട് കാണാം എങ്ങനെയാണ് ലെഫ്റ്റ് ഓവർ കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ള കാര്യം അവിടെ കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വർക്ക്ഷീറ്റ് കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യും, ബ്രൗസറിൽ തന്നെ വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫയലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സലായിട്ടോ ഉബുണ്ടു ഉപയോഗിക്കുന്നവർക്ക് ODS ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്താൽ അവിടെ നമുക്ക്
ഈ UP അല്ലെങ്കിൽ HS എന്നുള്ളത് പ്രൈമറിക്കാർ ചെയ്യുന്ന സമയത്ത് LP ഓർ പ്ലസ് UP എന്നുള്ള രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ പീരീഡ് വരുന്നു. ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. രണ്ട് ഭാഗത്തും പീരീഡുകൾ വരുന്ന ഇപ്പോൾ UP പീരീഡുകൾ 48ഉം ഹൈസ്കൂളിൽ 44 പീരീഡ് വരുന്ന ഒരു കേസ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു FT പോസ്റ്റ് ഫോർ 25 പീരീഡ്. അപ്പോൾ നമ്മളിവിടെ UPയിൽ 48ന് ഒരു പോസ്റ്റ് എടുത്തു, ബാലൻസ് 23 പീരീഡ്. ഹൈസ്കൂളിൽ 44ന് ഒരു പോസ്റ്റ് എടുത്തു, ബാലൻസ് 19 പീരീഡ്. ഇത് രണ്ടും കൂടി കൂട്ടുന്നു, 23ഉം 19ഉം കൂടി കൂട്ടി 42 പീരീഡ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റൂളിൽ നോക്കിയാൽ കാണാം, 42 പീരീഡ് വരുന്ന സമയത്ത് എന്താണ് വരുന്നത്, അവിടെ 29/48 ആണെങ്കിൽ രണ്ട് ഭാഗത്തും ഓരോ പോസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓരോ ഭാഗത്തും രണ്ട് ഭാഗത്തും ഓരോ പോസ്റ്റ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും 2 പോസ്റ്റ് വന്നു, ഇവിടെയും 2 പോസ്റ്റ് വന്നു. ഈ വർക്ക്ഷീറ്റ് 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാൽക്കുലേഷൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്നെ അറിയിക്കാം. ഇത്തരത്തിലുള്ള വർക്ക്ഷീറ്റും ലഭ്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് ഓവർ കാൽക്കുലേഷൻ നടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വർഷത്തെ തസ്തിക നിർണ്ണയം കഴിഞ്ഞിരിക്കുന്നു എങ്കിലും നമ്മളിപ്പോൾ റിവൈസ് ചെയ്യുന്ന കേസുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ വരുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ലെഫ്റ്റ് ഓവർ പീരീഡ് കാൽക്കുലേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.